ഈ ഗ്രാമീണ തൊഴിലുറപ്പ് തകർത്തു. ഇതിന്റെ പുറമെ വൈദ്യുതി ബില്ല് സ്വകാര്യവൽക്കരണം വരുന്നു. വൈദ്യുതി മേഖല, വൈദ്യുതി വിതരണ മേഖല മുഴുവൻ സ്വകാര്യ കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രോസ് സബ്സിഡി എന്ന് പറയുന്നത് ഇല്ലാതാവുകയാണ്. വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുമ്പോൾ 20 യൂണിറ്റ് വരെ സൗജന്യം, അതിനുശേഷം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ചുരുങ്ങിയ റേറ്റ്, വാണിജ്യ ഉപഭോക്താക്കൾക്ക് അതിനേക്കാൾ കൂടിയ റേറ്റ്, വലിയ കറണ്ട് ഉപയോഗിക്കുന്ന വൻകിട ഫാക്ടറികൾക്ക് ഉയർന്ന റേറ്റ്, ഇങ്ങനെ നിശ്ചയിക്കാനുള്ള ഒരു അവകാശമുണ്ട്. കൃഷിക്ക് ചെറിയ നിരക്കാണ്, സബ്സിഡൈസ്ഡ് നിരക്കാണ്. അത് മുഴുവൻ ഇല്ലാതാവും. ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാർ, എന്താണ് കരാർ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിട്ടു എന്ന് ട്രംപാണ് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് മിണ്ടുന്നില്ല. കാർഷികോൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങളും യഥേഷ്ട ഇറക്കുമതി ചെയ്യാം. അതിന്റെ പുറമെ ആണവ ഊർജം, മറ്റ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്കക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൃഷിക്ക് വലിയ സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് കുറഞ്ഞ വിലക്ക് അവർക്കുള്ള ഉൽപ്പന്നങ്ങൾ ലോകത്തൊക്കെ വിൽക്കാം. അത് ഇന്ത്യയിലേക്ക് ഡ്യൂട്ടി ഇല്ലാതെയാണ് വരാൻ പോകുന്നത്. ഇന്ത്യൻ കർഷകൻ എന്ത് ഈ കുത്തുപാടെടുക്കും, വലിയ തകർച്ച നേരിടും. ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യ ഏത് രാജ്യത്ത് എണ്ണ വാങ്ങണമെന്ന് ട്രംപാ തീരുമാനിക്കുന്നത്. ഇത്രയും നാണം കെട്ട ഒരവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഞങ്ങൾ അതിനെയും ചോദ്യം ചെയ്ത് എതിർക്കുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് കർഷകരെ തകർക്കും. ശാന്തി ബിൽ, ഇന്ത്യയുടെ ആണവ മേഖലയിൽ നമ്മുടെ അവകാശം നഷ്ടപ്പെടും. അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാഷ്ട്രങ്ങൾ ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തും. ഇങ്ങനെ പൊതുമേഖലാ സ്വകാര്യവൽക്കരണം വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനെല്ലാം എതിരെ ഒരു പണിമുടക്ക് സമരമാണ് ഈ നടക്കുന്നത്. ഇത് രാജ്യത്തെ രക്ഷിക്കാനുള്ള സമരമാണ്. കേവലം തൊഴിലാളികളുടെ എന്തെങ്കിലും താല്പര്യത്തെ മാത്രം ആസ്പദമാക്കിയല്ല, ജനങ്ങളുടെ ആകെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഈ സമരം 11-ാം തീയതി അർദ്ധരാത്രി ആരംഭിക്കും. 12-ാം തീയതി അർദ്ധരാത്രി വരെ 24 മണിക്കൂറാണ് പണിമുടക്ക്. കേരളത്തിലെ എല്ലാ വ്യവസായശാലകളിലും പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. INTUC ഉൾപ്പെടെ 10 സംഘടനകളാണ് ദേശീയ അടിസ്ഥാനത്തിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തതെങ്കിലും കേരളത്തിൽ യോജിച്ച സമര പ്രവർത്തനത്തിൽ INTUC പങ്കെടുക്കുന്നില്ല. അത് കോൺഗ്രസിന്റെ എന്തോ ഒരു നിബന്ധനയാണെന്നാണ് കേട്ട്. INTUC ദേശീയ തലത്തിലെടുക്കുന്ന തീരുമാനത്തോട് ഇവിടെയുള്ള INTUCക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. പക്ഷേ സമരത്തിന് അതുകൊണ്ട് യാതൊരു ക്ഷീണവും സംഭവിക്കാൻ പോകുന്നില്ല. തൊഴിലാളികളെല്ലാം സമരരംഗത്തുണ്ട്. കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ, അധ്യാപക സംഘടനകൾ, ബാങ്ക് സംഘടനകൾ, ഇൻഷുറൻസ് സംഘടനകൾ, ഫാക്ടറി തൊഴിലാളി സംഘടനകൾ, അസംഘടിത മേഖലാ തൊഴിലാളി സംഘടനകൾ എല്ലാവരും പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പണിമുടക്കിന്റെ 14 ദിവസം മുൻകൂട്ടി നോട്ടീസ് കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. അതനുസരിച്ചുള്ള നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ട്. പണിമുടക്ക് ദിവസം 1600 കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾ കൂട്ടായ്മ സംഘടിപ്പിക്കും. ജില്ലാ കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും. കേരളത്തിലെ 650 കേന്ദ്രങ്ങൾ. ലക്ഷക്കണക്കായ തൊഴിലാളികൾ ഈ സമരങ്ങളിലാകെ പങ്കെടുക്കും. പണിമുടക്ക് ഇതുവരെ നടന്ന എല്ലാ പണിമുടക്കുകളെക്കാൾ വീറും വാശി തൊഴിലാളികളിൽ പ്രകടമാവുന്നുണ്ട്. BMS എന്ന് പറയുന്ന സംഘടന പണിമുടക്കിൽ ഇല്ലെങ്കിലും ഇന്ത്യ ഗവൺമെന്റിനെ ന്യായീകരിച്ച് ഈ പണിമുടക്കിനെതിരായി ഒരക്ഷരം പറയാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവർ തൊഴിലാളികളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ സംഘടന പണിമുടക്ക് സമരത്തിന് വരാത്തത് അവരുടെ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാവാം. പക്ഷേ അവരുടെ തൊഴിലാളികളും ഈ പണിമുടക്കിൽ പങ്കുചേരും. അപ്പൊ എല്ലാവരും പണിമുടക്ക് സമരത്തെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കടകൾ, വാണിജ്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളൊക്കെ പണിമുടക്കിൽ പങ്കുചേരും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവരൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കടകൾ, വാണിജ്യ സ്ഥാപനങ്ങളെല്ലാം സ്തംഭിക്കാനാണ് സാധ്യത. ഒരു ബലപ്രയോഗം നടത്താതെ തന്നെ തൊഴിലാളികൾ സ്വമേധയാ പണിമുടക്കി ഒരു വലിയ വിജയമായി പണിമുടക്ക് മാറും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാ സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. മോട്ടോർ വാഹനങ്ങൾ പൂർണ്ണമായും നിലയ്ക്കും. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ബസ് തൊഴിലാളികൾ, ലോറി തൊഴിലാളികൾ, ട്രാൻസ്പോർട്ട് മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾ, KSRTC എല്ലാവരും പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പണിമുടക്കിൽ പങ്കുചേരും. അപ്പം ഇത് നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാം. ഞങ്ങളോട് ഒരുമിച്ച് അവർ പ്രകടനത്തിന് വരുന്നില്ല. കേരളത്തിൽ, മറ്റുള്ളിടത്ത് എല്ലായിടത്തും ഉണ്ട്.
സംയുക്ത സമരസമിതിയുടെ ഭാഗമാണെന്ന് പറയാൻ പറ്റുമോ? ദേശീയ തലത്തിൽ സംയുക്ത സമരസമിതിയുടെ ഭാഗമാണ്. കേരളത്തിലെ കോൺഗ്രസ് തൊഴിലാളി പക്ഷത്ത് INTUC നിൽക്കണമെന്ന വാശി കാണിക്കുന്നില്ല. കർണാടകത്തിലെ കോൺഗ്രസിനെ പോലെ തന്നെയാണോ